അപ്പനും അമ്മയും എന്നും അടി, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ച് പല രാത്രികളിലും ഞങ്ങൾ കരഞ്ഞുകൊണ്ട് നേരം വെളുപ്പിക്കുന്ന അനുഭവത്തിലൂടെ മക്കൾ പോകേണ്ടതായ സാഹചര്യമുണ്ട്. ഒരു വശത്ത് അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എൻ്റെ അമ്മ ഈ ഹൗസ് മെയ്ഡായിട്ട് നിന്ന കഥയൊക്കെ, സൗദിയിലെ കാര്യങ്ങളൊക്കെ പറയുമ്പം ജീവനുണ്ട് ഗൾഫിലോട്ടൊന്നും പോകരുതെന്ന് പറഞ്ഞ് ചിന്തിച്ച ആളാണ് ഞാൻ. കാര്യം ഈ തുണിയൊക്കെ അലക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ അറബി കുഞ്ഞുങ്ങൾ പുറകെ കൂടെ വന്ന് ചവിട്ടുമെന്നാണ് പറയുന്നത്. ചവിട്ടി അങ്ങ് എറിയുമെന്ന് വല്ലതും പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി തിക്താനുഭവങ്ങൾ അമ്മ നേരിട്ടിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ് അമ്മ ഇങ്ങനെ കരയും. ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി എന്നിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പെൺകുഞ്ഞുങ്ങളിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അപ്പൻ ഒരു പ്രഭാതത്തിൽ അത്യാവശ്യം വേണ്ടുന്ന തുണിയൊക്കെ വാരിക്കെട്ടി ഞങ്ങളെ ഉപേക്ഷിച്ച് അപ്പൻ്റെ കുടുംബത്തിലേക്ക് പോവുകയാണ്. അപ്പൻ്റെ കാല് പിടിച്ച് പോകരുതെന്ന് പറഞ്ഞു. ഈ പെങ്ങന്മാരെ അമ്മേനെ എൻ്റെ തലയിൽ വെച്ചിട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്നും പറഞ്ഞിട്ട്, നമ്മൾ കൊച്ചു പയ്യനല്ലേ, നമ്മൾ അന്നേരം നില വിളിച്ചു കരഞ്ഞൊക്കെ നോക്കി. അപ്പൻ ചെവിക്കൊണ്ടില്ല, അപ്പനങ്ങ് പോയി. ഉമ്മ ഗൾഫിൽ നിന്ന് ലക്ഷങ്ങളും കൊണ്ട് വന്നപ്പോൾ അപ്പനെ അടിച്ച് പുറത്താക്കി എന്നായി തിരിച്ച് കഥ. എൻ്റെ സഹോദരി ട്രെയിൻ വരുന്ന നിമിഷങ്ങളോടടുത്തപ്പം എൻ്റെ സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു പരിചയമില്ലാത്ത സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത്, എൻ്റെ ജീവിതം എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം അമ്മയും അവൾക്കും വേറെ ആരുമില്ല, എന്തെങ്കിലും ജോലി ചെയ്ത് അവരെ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിച്ചു. അപ്പം വിശക്കുന്നു, അപ്പോൾ കഴിക്കണം. അപ്പം വിശന്നിട്ട് അങ്ങ് കരച്ചിൽ വന്നിട്ട് ഞാൻ ഓർക്കുക, ഭാരതപ്പുഴയുടെ ആ മണലിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ അവിടെ കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആരോട് പറയാനാ? വിശന്നിട്ട് കരയുക. വാടകക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഈ വാടക മുടങ്ങാൻ തുടങ്ങിയിട്ട് 2-3 മാസമായി, നിങ്ങൾ വേറെ വീട് നോക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഒരു ഭാഗത്ത് വാടകക്കാരൻ്റെ ഞെരുക്കം ഇങ്ങനെ വരാൻ തുടങ്ങി. കാരണം നമുക്ക് അത്രയും വലിയ ശമ്പളമൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ അതൊരു ഭാഗത്ത് ഇങ്ങനെ വരികയും, മറുഭാഗത്ത് എൻ്റെ സഹോദരി ജോലി ചെയ്യുന്ന ഡൽഹിയിലെ ഹോസ്പിറ്റലിൽ നിന്നൊരു കോളും കൂടെ വരിക. അയലത്ത് അന്ന് മൊബൈലൊന്നുമില്ല, അപ്പുറത്തെ വീട്ടിലാണ് ഫോൺ വരുന്നത്. അവിടെ ചെന്ന് ഫോൺ എടുക്കുമ്പോൾ അവൾ ചോദിച്ചു, അമ്മയോ വല്ല അടുത്തുണ്ടോ? ഞാൻ പറഞ്ഞു ആരുമില്ലെന്ന് പറഞ്ഞു. എന്നാ അടിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാനിവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കാമെന്ന് പറഞ്ഞു. കൂട്ടക്കരച്ചിലായി. അവൾ അവിടെ മരിക്കുമെങ്കിൽ നമുക്കിവിടെ മരിക്കാം എന്ന് പറഞ്ഞ് പിന്നെ ആത്മഹത്യ ചെയ്യാനുള്ള പദ്ധതികളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങി. യേശു എന്നും പറഞ്ഞ് ആകെപ്പാടെ ബഹളമായി. ആവശ്യമില്ലാത്ത വാതയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റാൻ എൻ്റെ റബ്ബേ എന്നൊക്കെ പറഞ്ഞ് തള്ളയാകെ കിടന്ന് ബഹളം തുടങ്ങി. അവസാനം ബൈബിളൊക്കെ എടുത്ത് എറിഞ്ഞു തള്ളയാകെ പ്രശ്നമുണ്ടാക്കി. അങ്ങനെ 2/8/2002 ഉച്ചയ്ക്ക് 12:40 ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. തോണ്ടറാ പോയടാ, ഇളയ കുഞ്ഞിൻ്റെ കൊച്ചുമോനൊക്കെ മതം മാറിയടാ, ബുന്തുക്കോസ് എന്നായിരുന്നു. നല്ല ആൾ പലർന്നൊന്നും അറിയത്തില്ല. അന്ന് ആളുകൾ പറഞ്ഞു ബുന്തുക്കോസുകാർ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആരൊക്കെ കൂടി ഞങ്ങൾ സ്നാനപ്പെടാൻ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ മുകളിൽ പാലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മുമ്പും പുറകും വേറെ ചേർത്താ വിളിച്ചത്. കൊല്ലം ജില്ലയിൽ ഒരു പാരമ്പര്യ ഇസ്ലാമിക പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ ഭവനത്തിൽ എനിക്ക് അപ്പനും അമ്മയും 2 സഹോദരിമാരുമാണ് ഉള്ളത്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ ചേച്ചി, ഞങ്ങൾ ഈ ഇസ്ലാമിക ഭാഷയിൽ വല്യുമ്മ എന്ന് വിളിക്കും, നിങ്ങൾ വല്യമ്മച്ചി എന്ന് പറയുന്ന പോലെ. ഇത്രയും പേരടങ്ങുന്നതാണ് കുടുംബം. വളരെ സന്തോഷത്തോടെ ചെറിയ പ്രായത്തിൽ തൊപ്പിയൊക്കെ ഇട്ട് മദ്രസയിൽ മതപഠനം പഠിക്കുവാനായിട്ടൊക്കെ കടന്നുപോയ ബാല്യകാലം. നമസ്കാരവും നോമ്പും ഇസ്ലാമിക ചിട്ടകളുമൊക്കെ അനുസരിച്ച് ചെറിയ പ്രായത്തിൽ പരിച്ഛേദനയേറ്റ് അങ്ങനെ വളരെ കൃത്യമായ ആ നിലയിലുള്ള ചിട്ടകൾ അനുസരിച്ച് വളർന്നു വന്ന ബാല്യകാലം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 മക്കളും, എനിക്ക് 2 പെങ്ങന്മാരാണെന്ന് ഞാൻ പറഞ്ഞു. ഒരാളുടെ പേര് സോഫിയ, മറ്റൊരാളുടെ പേര് ജാസ്മിൻ എന്നാണ്. ഒരു പക്ഷേ എൻ്റെ സഹോദരിയെ നിങ്ങൾ ചിലപ്പോൾ അറിയും. അവൾ പരസ്യയോഗത്തിലൊക്കെ പ്രസംഗിക്കുന്ന ജാസ്മിൻ ഇസ്മായിൽ എന്നാണ് അവളുടെ പേര്. യൂട്യൂബിൽ പരസ്യയോഗത്തിന് അവൾ പ്രസംഗിക്കുന്ന വീഡിയോകളൊക്കെ സജീവമായിട്ട് ഉണ്ട്. എൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചിരിക്കുന്ന അളിയൻ IPC എന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു പാസ്റ്ററാണ്. അപ്പോൾ അവർ കുടുംബമായി കർത്താവിൻ്റെ വേലയിലാണ്. അപ്പം ഞങ്ങൾ 3 മക്കളും യൗവന കാലത്തിലെത്തി നിൽക്കുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിൽ നേരിട്ടു. വലിയ സാമ്പത്തിക ഞെരുക്കം നേരിട്ടു. സാമ്പത്തിക ഞെരുക്കം നേരിടുവാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്
എൻ്റെ അമ്മയുടെ അമ്മ അഥവാ അമ്മുമ്മ വാർദ്ധക്യകാലത്ത് കൊല്ലത്ത് ഗവൺമെൻറ് ആശുപത്രിയിൽ മരുന്ന് മേടിക്കാൻ ബസ്സിനകത്ത് പോയി. ബസ്സിൽ നിന്ന് ഡോറ് തുറന്ന് ഇറങ്ങുമ്പോൾ ആ വശത്തുകൂടെ ഓവർടേക്ക് ചെയ്ത് വന്നൊരു ബൈക്ക് അമ്മുമ്മയെ ഇടിച്ചിട്ടു. അമ്മുമ്മ തല ചെന്ന് ഇടിച്ചിട്ട് സുബോധം മറന്നുപോയി, നഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ കാലം ചികിത്സിച്ചു. ഓർമ്മയൊന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നല്ല കടം ഉണ്ടായി. അവസാനം അമ്മുമ്മ മരിച്ചും പോയി, കടം ബാക്കിയായി. ഈ ഒരു സാഹചര്യത്തിൽ പാർക്കുന്ന വീട് വിറ്റ് കടം തീർക്കുവാൻ എൻ്റെ അമ്മയും അമ്മയുടെ ചേച്ചി വല്യമ്മയും ആലോചിച്ച്, അപ്പനും കൂടെ ആലോചിച്ച് തീരുമാനിച്ച് ആ കുടുംബ വീട് അല്ലെ താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ വീട് വിറ്റ്, അന്നത്തെ കാലമല്ലേ, വലിയ വിലയൊന്നുമില്ല, ഉള്ളതൊക്കെ കൊണ്ട് വിറ്റ് അത്യാവശ്യം കുറച്ച് ബാധ്യതകളൊക്കെ തീർത്ത് ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് മാറുന്നു. അവിടം വരെ ഞങ്ങൾക്ക് യേശു എന്ന് പറഞ്ഞാലുള്ള അറിവ് കത്തോലിക്കരായ സഹോദരങ്ങൾ ഞങ്ങളുടെ പരിസരത്ത് അങ്ങും ഇങ്ങുമൊക്കെ താമസമുണ്ട്. ഞങ്ങളുടെ കുടുംബ വീട്, ഞങ്ങൾ താമസിക്കുന്നത് കൊല്ലം ജില്ലയിൽ രണ്ടാംകുറ്റി എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അവിടെ മെജോറിറ്റി മുസ്ലിംസാണ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഏരിയയിൽ. രണ്ടാംകുറ്റി കിളികല്ലൂർ വലിയ പള്ളി ജമാഅത്ത് എന്ന് പറയുന്ന ഒരു വലിയ പള്ളിയുണ്ട്. ആ പള്ളിയായിരുന്നു ഞങ്ങളുടെ പഴയ ഇടവക. അവിടെ കോയിക്കൽ സ്കൂളിൽ ഞാൻ പഠിച്ചു. അതിനോട് ബന്ധപ്പെട്ടുള്ള സ്ഥലമാണ് എൻ്റെ ബാല്യകാലം. അപ്പോൾ അവിടെ നിന്ന് വാടക വീട്ടിലേക്ക് മാറുന്ന കാലം വരെ എല്ലാം വളരെ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ അമ്മ ഗൾഫിൽ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ സൗദി അറേബ്യയിൽ വീട്ടുജോലിക്കായി എൻ്റെ അമ്മ ഹൗസ് മെയ്ഡായിട്ട് എൻ്റെ അമ്മ ജോലിക്ക് പോയി. വീട്ടിൽ ഞാനും എൻ്റെ അപ്പനും 2 സഹോദരിമാരും വല്യമായി അടങ്ങുന്ന കുടുംബം. യേശുവിനെ കുറിച്ചുള്ള അറിവ്, അത് ക്രിസ്ത്യാനികളുടെ ദൈവം എന്നുള്ള അറിവ്. അതിനപ്പുറത്തുള്ള അറിവ്, യേശു ഒരു പ്രവാചകനാണ്, ഒരിക്കലും ദൈവമല്ല എന്ന് മദ്രസയിൽ പഠിപ്പിച്ച അറിവ്. ഏറ്റവും മികച്ച നല്ലൊരു പ്രവാചകനാണ്, ശ്രേഷ്ഠനായ പ്രവാചകനാണെന്നൊക്കെയാണ് ഞങ്ങൾ ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചത്. പക്ഷേ ദൈവമല്ല, ദൈവം എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. യേശു സൃഷ്ടിയാണ്, സൃഷ്ടാവല്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ തലച്ചോറിൻ്റെ അകത്ത് ആ ഒരു ചിന്തയുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ബന്ധമാണ് യേശു ആയിട്ട് നമുക്കുണ്ടായിരുന്നത്. ആ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ അമ്മ മാസ ശമ്പളം, വീട്ടുജോലിയൊക്കെ ആണല്ലോ, ആ കാലത്ത് വലിയ ശമ്പളമൊന്നും അല്ലല്ലോ, കിട്ടുന്നത് കൃത്യമായിട്ട് അപ്പൻ്റെ പേർക്ക് അയച്ചു കൊടുത്തു. ഞങ്ങൾ മക്കൾ യൗവനകാലം, വിദ്യാഭ്യാസ മേഖല, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ സഹോദരി ഒരാൾ അവൾക്ക് ലാബ് ടെക്നീഷ്യ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നു, മറ്റൊരാൾ നേഴ്സിംഗ് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇതാണ് കാലം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അമ്മ നാട്ടിലേക്ക് കൃത്യമായി പൈസ അയച്ചു കൊടുക്കുകയും, എൻ്റെ അപ്പൻ ഒരു മോശ സ്വഭാവമുള്ള ഒരാളല്ല, എൻ്റെ അപ്പൻ നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നാൽ ഈ പൈസ കൃത്യമായിട്ട് കയ്യിലോട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ പതിയെ അപ്പൻ്റെ റൂട്ട് മാറി. പുതിയ പല കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഒക്കെ ആ ഒരു പ്രായത്തിൽ ജോലി സ്ഥലത്തു നിന്നൊക്കെ കിട്ടിയ ആളുകളും ഒക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ട്. വീട്ടിൽ അമ്മയില്ലല്ലോ, അപ്പോൾ ജോലി കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി. പിന്നെ ഇവർ എന്തൊക്കെയോ പരിപാടി ഒപ്പിച്ച് ഇച്ചിരിയൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇച്ചിരി ടേസ്റ്റ് ചെയ്യുന്ന അനുഭവമൊക്കെ അപ്പനുണ്ടായി. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് ലൈഫ് പയ്യെ ചേഞ്ചായി വരിക. എന്നാൽ 2 വർഷത്തോളം കഴിഞ്ഞ് എൻ്റെ അമ്മ നാട്ടിലേക്ക് വരുന്നു. ആദ്യത്തെ ദിവസം ഭയങ്കര സന്തോഷം അല്ലേ, അങ്ങനെയാണല്ലോ. കണ്ടിട്ട് പോലും ഇല്ലാത്ത ബന്ധുക്കളൊക്കെ വീട്ടിൽ വരും, പെട്ടിയൊക്കെ പൊട്ടിക്കുക, വലിയ സന്തോഷമാണ്. ഇവരൊക്കെ ബന്ധുക്കളാണോന്ന് പോലും നമ്മൾ അതിശയിച്ചു പോകും. കാര്യം അല്ലാത്ത ഒരു സമയത്തും ഇവരെ ഒന്നും നമ്മൾ കാണാറില്ല, കഷ്ടത്തിലൊന്നും ആരെയും കാണാറില്ല. ഏതായാലും അങ്ങനെ ആദ്യത്തെ ദിവസങ്ങൾ സന്തോഷകരമായി കടന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ 2 പെൺകുട്ടികളുണ്ട്, സ്വന്തമായിട്ട് വീടില്ല. ആ ഒരു ചിന്ത എൻ്റെ അമ്മയെ ഭരിച്ചിട്ട് അമ്മ പൈസയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അപ്പൻ്റെ കയ്യിൽ പണമില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന പ്രശ്നം വീട്ടിൽ തുടങ്ങി. അതുവരെ വഴക്കും ബഹളമൊന്നും ഇല്ലാതെ കൂട്ടുകാരെ പോലൊക്കെ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിൽ വളരെ പെട്ടെന്ന് ടേണിംഗ് പോയിൻ്റായി. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പനും അമ്മയും എന്നും അടി.
അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ച് പല രാത്രികളിലും ഞങ്ങൾ കരഞ്ഞുകൊണ്ട് നേരം വെളുപ്പിക്കുന്ന അനുഭവത്തിലൂടെ മക്കൾ പോകേണ്ടതായ സാഹചര്യമുണ്ട്. ഒരു വശത്ത് അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ശാരീരിക സ്ഥിതി വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ട് എൻ്റെ അമ്മ ഈ ഹൗസ് മെയ്ഡായിട്ട് നിന്ന കഥയൊക്കെ സൗദിയിലെ കാര്യങ്ങളൊക്കെ പറയുമ്പം ജീവനുണ്ട് ഗൾഫിലോട്ടൊന്നും പോകരുതെന്ന് പറഞ്ഞ് ചിന്തിച്ച ആളാണ് ഞാൻ. കാര്യം ഈ തുണിയൊക്കെ അലക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ അറബി കുഞ്ഞുങ്ങൾ പുറകെ കൂടെ വന്ന് ചവിട്ടുമെന്നാണ് പറയുന്നത്. ചവിട്ടി അങ്ങ് എറിയുമെന്ന് വല്ലതും പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി തിക്താനുഭവങ്ങൾ അമ്മ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതെല്ലാം പറഞ്ഞ് അമ്മ ഇങ്ങനെ കരയും. ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി എന്നിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പെൺകുഞ്ഞുങ്ങളിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഇവർ തമ്മിൽ എന്നും വഴക്കായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അപ്പൻ ഒരു പ്രഭാതത്തിൽ അത്യാവശ്യം വേണ്ടുന്ന തുണിയൊക്കെ വാരിക്കെട്ടി ഞങ്ങളെ ഉപേക്ഷിച്ച് അപ്പൻ്റെ കുടുംബത്തിലേക്ക് പോവുകയാണ്. അപ്പം ഞാനൊരു യൗവന പ്രായത്തിൽ നിൽക്കുന്നു. അപ്പൻ്റെ കാല് പിടിച്ച് പോകരുതെന്ന് പറഞ്ഞു. ഈ പെങ്ങന്മാരെ അമ്മേനെ എൻ്റെ തലയിൽ വെച്ചിട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്നും പറഞ്ഞിട്ട്, നമ്മൾ കൊച്ചു പയ്യനല്ലേ, നമ്മൾ അന്നേരം നില വിളിച്ചു കരഞ്ഞൊക്കെ നോക്കി. അപ്പൻ ചെവിക്കൊണ്ടില്ല, അപ്പനങ്ങ് പോയി. അങ്ങനെ അപ്പൻ്റെ വീട്ടിൽ കുടുംബത്ത് ഞാൻ ചെന്നു. അപ്പൻ്റെ കുടുംബത്തിൽ ഞാൻ ചെന്നപ്പം ഞാൻ അവരോട് പറഞ്ഞു, അപ്പനെ തിരിച്ചു വിടണം, ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടനെ അടുത്തൊരു സ്റ്റോറി, ഈ മലയാളിക്ക് ഭയങ്കര സ്റ്റോറി ഉണ്ടാക്കാൻ ഭയങ്കര കഴിവാണല്ലോ. അപ്പോൾ ഉടനെ അവരടുത്ത സ്റ്റോറി പറഞ്ഞു. ഉമ്മ ഗൾഫിൽ നിന്ന് ലക്ഷങ്ങളും കൊണ്ട് വന്നപ്പോൾ അപ്പനെ അടിച്ച് പുറത്താക്കി എന്നായി തിരിച്ച് കഥ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനല്ല, അമ്മ അയച്ചു കൊടുത്ത പൈസയുടെ എല്ലാം റെസിപ്റ്റും കാര്യങ്ങളൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്, പണം നഷ്ടപ്പെടുത്തിയത് അപ്പനാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഇവരാരും അത് മൈൻഡ് ചെയ്തില്ല. അപ്പം എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്ന് ഞാൻ യൗവന പ്രായമല്ലേ പ്രതികരിച്ചപ്പോൾ മുയലിനെ പിടിച്ച് ചെവിയിലെടുത്ത് ദൂരെ കളയുന്ന പോലെ അവരെന്നെ എടുത്ത് വെളിയിൽ കളഞ്ഞു. അപ്പം ആ ഒരു ദേഷ്യവും പകയും ഒക്കെ എൻ്റെ മനസ്സിൽ അപ്പനോടും അപ്പൻ്റെ കുടുംബക്കാരോടും ഉണ്ടായി. അവിടെ വെച്ച് എൻ്റെ പഠിത്തം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. കാരണം മുമ്പിൽ പോകാൻ വാടക കൊടുക്കാൻ മാർഗ്ഗമില്ല, വീട്ടിൽ അമ്മയ്ക്കും പെങ്ങന്മാർക്കും ആഹാരം കൊടുക്കാൻ വേറെ വരുമാനമില്ല, അമ്മ ശാരീരികമായ ബുദ്ധിമുട്ടിലായിരിക്കുന്ന അമ്മ. അപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിലയിൽ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകണം എന്നുള്ളൊരു ചിന്ത ഹൃദയത്തിൻ്റെ അകത്ത് വന്നിട്ട് പഠിത്തം അവിടെ വെച്ച് ബ്ലോക്കായി. പക്ഷേ കൃത്യമായിട്ടൊരു ജോലി, ഒരു നല്ല വിദ്യാഭ്യാസം നമുക്ക് പറയാനായിട്ടൊരു ഡിഗ്രി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ജോലിയൊന്നും ഇല്ലാതിരുന്ന കാലങ്ങളിൽ ഒരു വട്ടം കൂട്ടുകാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു. അപ്പനോടും കുടുംബക്കാരോടും ഉള്ള വാശി, ഇവരെ എവിടെ കണ്ടാലും അടിക്കണമെന്നുള്ള ചിന്ത, ഇത് കൂട്ടുകാരുടെ കൂടെ കൂടിയപ്പോൾ ബലമായി. അപ്പോഴാണ് ഞാൻ സീന സിസ്റ്റർക്ക് പറഞ്ഞാൽ അറിയും, പള്ളിത്തോട്ടം ഭാഗത്തായിരുന്നു, തങ്കശ്ശേരി പള്ളിത്തോട്ടം ഭാഗത്തായിരുന്നു കൂട്ടുസംഘം. മിക്കവാറും ഒക്കെ പള്ളിത്തോട്ടം കടപ്പുറത്ത് ഉണ്ടാകും. കൂട്ടുകാരുമായിട്ട് അങ്ങനെ കറങ്ങി നടക്കും. ഡിസ്ട്രിക്ട് ആശുപത്രിയുടെ പുറകു വശത്തെ സുരഭി ബാറായിരുന്നു കൂട്ടുകാരുമായിട്ട് കൂടുന്ന സ്ഥലം. ഇപ്പോഴും അവിടെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞ് അറിയുന്ന ഒരാളുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയും. അപ്പോൾ അവിടെയൊക്കെ കൂടി അങ്ങനെ കൂട്ടുകാരുമായി റൂട്ട് പയ്യെ വഴിമാറി. അങ്ങനെ അപ്പൻ പോയതിനേക്കാൾ വേദന മകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതം ഇങ്ങനെ തലതിരിഞ്ഞു പോയി. അപ്പോൾ എൻ്റെ സഹോദരി നേഴ്സിംഗ് പഠിക്കണമെന്നാണ് മോഹമെങ്കിലും അതിനുള്ള ഡിഗ്രി പറ്റാത്തത് കൊണ്ട് അവൾ എന്ത് ചെയ്തു, അവൾ വീടിനടുത്തുള്ളൊരു ക്ലിനിക്കിൽ അല്ലാണ്ട് പോയി പഠിക്കാനായിട്ട്, ക്ലിനിക്കിൽ ഇങ്ങനെ പോയി, ജനറലായിട്ട് പോയി പഠിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോളെ നിൻ്റെ വാപ്പ ഇങ്ങനെ പോയി, നിൻ്റെ സഹോദരൻ ഇങ്ങനെ ആയി, ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ കരഞ്ഞു. അപ്പോൾ അവളുടെ സങ്കടമൊക്കെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഡൽഹിയിൽ ഉത്തം നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ കെയർ ഓഫിൽ അവിടെ എനിക്ക് പരിചയമുള്ള പിള്ളേർ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയാൽ നിനക്ക് പഠിക്കുകയും ചെയ്യാം, എന്തെങ്കിലും സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഇതൊരു ചെറിയ ക്ലിനിക്കാണ്, വലിയ പൈസ ഒന്നും തരാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവൾ ഡൽഹി പോകാൻ സമ്മതിച്ചു. അങ്ങനെ എൻ്റെ സഹോദരിയെ റെയിൽവേ സ്റ്റേഷനിൽ യാത്ര അയക്കുവാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നിൽക്കുന്നു. കേരള എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് ചേച്ചി, കമ്പ്യൂട്ടർ ചേച്ചി വിളിച്ചു പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ കഠിനപ്പെട്ട മനുഷ്യനായി വല്ലാത്ത പരുവത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എൻ്റെ സഹോദരി ട്രെയിൻ വരുന്ന നിമിഷങ്ങളോടടുത്തപ്പം എൻ്റെ സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു പരിചയമില്ലാത്ത സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത്, എൻ്റെ ജീവിതം എന്താകുമെന്നൊന്നും എനിക്കറിയത്തില്ല, അപ്പം അമ്മയും അവൾക്കും വേറെ ആരുമില്ല, എന്തെങ്കിലും ജോലി ചെയ്ത് അവരെ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് കരഞ്ഞു.
അപ്പോൾ അന്നേരം എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിച്ചു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ധൈര്യമായിട്ട് പോ, കുഴപ്പമില്ല, ഞാൻ അവരെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് അവളെ കയറ്റി വിട്ടു. അവളെ കയറ്റി വിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ചിന്തയുണ്ടായി, എന്തെങ്കിലും ജോലിക്ക് പോകണം. മാനസാന്തരം എന്ന് വേണേൽ പറയാം. അങ്ങനെ ഒരു മാനസാന്തരം അവിടെ വെച്ചുണ്ടായി. ജോലി അന്വേഷിച്ചു. നല്ല ജോലികൾ എവിടെ കിട്ടാനാ, ഡിഗ്രി ഒന്നും പറയാനില്ല. അങ്ങനെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഒരു ജോലിയെക്കുറിച്ച്. ജോലി എന്തെന്ന് വെച്ചാൽ, രാവിലെ കൊല്ലത്ത് ടൗണിൽ ക്ലോക്ക് ടവർ ഉണ്ട് ഞങ്ങൾക്ക്, ക്ലോക്ക് ടവർ ജംഗ്ഷൻ. ക്ലോക്ക് ടവറിൻ്റെ നേരെ ഓപ്പോസിറ്റ് യൂണിയൻ ബാങ്കിൾസ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്. ഇപ്പം അതിന് തൊട്ടടുത്ത് അയ്യപ്പ ബാങ്കിൾസ് എന്നും പറഞ്ഞൊരു കട ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഗുണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ നിത്യോപയോഗ സാധനങ്ങളൊക്കെ ഈ വളരെ ചീപ്പ് വിലയ്ക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ 15 രൂപ വിലയുള്ള ഒരു ടൂത്ത് ബ്രഷ് നമുക്ക് 3 രൂപയ്ക്ക് കിട്ടും, വെറും 3 രൂപയ്ക്ക്. അപ്പോൾ അങ്ങനത്തെ ഇതാണ് സാധനമൊക്കെ, അത്രയ്ക്ക് ക്വാളിറ്റിയെ കാണുള്ളൂ. അപ്പം നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ ഐഡിയ എന്തെന്ന് വെച്ചാൽ, ഈ പറയപ്പെട്ട യൂണിയൻ ബാങ്കിൾസിൽ പോയിട്ട് ഈ സോപ്പ്, ചീപ്പ്, ടങ് ക്ലീനർ, അങ്ങനത്തെ ഉള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അതെല്ലാം ഈ 3 രൂപ ബ്രഷിന്, പിന്നെ 1 രൂപ 50 പൈസ സോപ്പ്, ചീപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒരു 6-6.5 രൂപയ്ക്ക് ഒരു 5-6 കൂട്ടം സാധനം 6-6.5 രൂപയ്ക്ക് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 6-7 കൂട്ടം സാധനം 10 രൂപ എന്നും പറഞ്ഞ് നമ്മൾ കമ്പനിയുടെ പരസ്യക്കാരാണെന്നും പറഞ്ഞു എന്തൊക്കെ കള്ളവാന്നറിയാ പറയുന്നത്. ഇപ്പോൾ ഈ ടൂത്ത് ബ്രഷ് പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്നൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടി 15 രൂപയുടെ ടൂത്ത് ബ്രഷ് നമ്മൾ 10 രൂപയ്ക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ 5-6 ഐറ്റം നമ്മൾ ഫ്രീ തരുമെന്നും പറഞ്ഞാണ്. സത്യത്തിൽ ഇതെല്ലാം കൂടെ 6 രൂപയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കച്ചവടത്തിൻ്റെ നാക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബാഗും ചുമന്ന് ഓരോ വീട് തോറും കയറി ഇറങ്ങി വെളുപ്പാൻ കാലത്ത് എല്ലാ വീട്ടിൻ്റെയും വാതിലെത്തണം. കാര്യം ആളുകൾ പല്ല് തേക്കുന്ന സമയത്ത് അവിടെ എത്തണം. എന്നിട്ട് നമ്മൾ പറയും, പിന്നെ ചേട്ടാ ബ്രഷൊക്കെ ചിരിച്ച് കാണിക്കാൻ തുടങ്ങിയല്ലോ, അതങ്ങ് മാറ്റിക്കൂടെ എന്ന് നമ്മൾ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഈ ബ്രഷ് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി നമ്മളിത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ, നാട്ടിലെ മലയാളിയല്ലേ, ചില ആളുകൾ പറയും കള്ളന്മാരാണ്, പകല് വീട് കണ്ടുവച്ചിട്ട് രാത്രി കക്കാൻ വരുന്നവരാന്ന് പറഞ്ഞ് ഓടിച്ച അനുഭവങ്ങളുണ്ട്. പിന്നെ പട്ടിയെ തുറന്നു വിട്ട് കടുപ്പിക്കുമെന്നും പറഞ്ഞ് ഓടിച്ച അനുഭവങ്ങളുണ്ട്. അങ്ങനെ കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങളിൽ നമ്മൾ ഇങ്ങനെ വീട് തോറും കയറി ഇറങ്ങി തോളിൽ ബാഗും തൂക്കി രാവിലെ തൊട്ട് അലഞ്ഞ് നടന്ന് ചില ദിവസങ്ങളിൽ എല്ലാം ഉച്ചയാകുമ്പോഴത്തേക്ക് വിറ്റ് തീരും. ചില ദിവസം ഒന്നും വിൽക്കാത്ത അനുഭവങ്ങളുണ്ടാകും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിതത്തിലേക്ക് പയ്യെ ഒന്ന് കുടുംബം ഒരു പ്രതീക്ഷയോടെ ഒന്ന് പച്ച പിടിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമത്തിലേക്ക് ജോലി ആരംഭിച്ചു ആ പ്രായത്തിൽ. അങ്ങനെ ഞാൻ ഓർക്കുന്നത്, പാലക്കാട് ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ഒരു ചാക്ക് നിറയെ സാധനം എടുത്ത് ട്രെയിനെ കയറ്റി പാലക്കാട് ചെന്നിറങ്ങിയിട്ട് പാലക്കാടുള്ള ഗ്രാമങ്ങളൊക്കെ ഇത് വിൽക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞ് ഹോട്ടലിൽ റൂം എടുത്ത് സാധനം സ്റ്റോക്ക് ചെയ്ത് വെച്ച് ഞങ്ങൾ ഇറങ്ങും. അങ്ങനെ ഇറങ്ങി ഒരു ദിവസം എനിക്ക് മറക്കാനാകാത്തൊരു ഓർമ്മ, എപ്പോഴും ഓർക്കുമ്പം ദൈവത്തെ സ്തുതിക്കും. കാര്യം ഒരു ദിവസം ഒരു 2 മണി വരെ ഇത് നടന്നിട്ടും ഒരു പീസ് പോലും വിറ്റില്ല. വിശക്കുന്നു. അപ്പോൾ കഴിക്കണം. അപ്പം വിശന്നിട്ട് അങ്ങ് കരച്ചിൽ വന്നിട്ട് ഞാൻ ഓർക്കുക, ഭാരതപ്പുഴയുടെ ആ മണലിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ അവിടെ കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആരോട് പറയാനാ, വിശന്നിട്ട് കരയുക. അപ്പോഴും പിന്നെ പെട്ടെന്ന് തലയിൽ ബൾബ് കത്തി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരെണ്ണമെങ്കിലും വിറ്റാലല്ലേ എല്ലാം കഴിക്കാൻ പറ്റൂ, 10 രൂപ കിട്ടണ്ടേ. അങ്ങനെ വീണ്ടും എഴുന്നേറ്റ് നടന്ന് അങ്ങനെ പോയി ഒരു 3-3:30 എങ്ങാണ്ടായപ്പോൾ ഒരു വീട്ടിൽ 2 പീസ് ബ്രഷ് എടുത്ത് 20 രൂപ കിട്ടി. അതുകൊണ്ട് നേരെ ചായക്കടയിലേക്ക് ഓടി ഗുണ്ടും ചായ മേടിച്ച് കഴിച്ചതൊക്കെ ഇപ്പോഴും ഓർക്കുക. ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഓർമ്മയിലിരിക്കണം. കാരണം ദൈവം നമ്മളെ നടത്തിയ വഴികളും ഇന്ന് നമ്മൾ ജോലി എന്നും കഷ്ടപ്പെടുന്നതൊക്കെ ആ സാഹചര്യത്തെ ഓർക്കുമ്പോൾ ഇന്നൊക്കെ എത്രയോ നന്നായിട്ട് ദൈവം നമ്മളെ നടത്തുന്നു. അപ്പം അങ്ങനെ പോയ അനുഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ജീവിതം എങ്ങനെയെങ്കിലും തള്ളി നീക്കാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം, അത്രയും പറഞ്ഞ ആ ഭാഗം ഞാൻ അങ്ങ് വിടുക. അങ്ങനെ വിടുമ്പോൾ മറുഭാഗത്ത് സോഫി ഹോസ്പിറ്റലിൽ ജോലിക്ക് ജോയിൻ ചെയ്തു. അവളും അവിടെ ഒരുവിധം ജോലിയൊക്കെ പഠിച്ചു വരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒരു പ്രതീക്ഷയിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ഈ വാടകക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഈ വാടക മുടങ്ങാൻ തുടങ്ങിയിട്ട് 2-3 മാസമായി, നിങ്ങൾ വേറെ വീട് നോക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഒരു ഭാഗത്ത് വാടകക്കാരുടെ ഞെരുക്കം ഇങ്ങനെ വരാൻ തുടങ്ങി. കാരണം നമുക്ക് അത്രയും വലിയ ശമ്പളമൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ അതൊരു ഭാഗത്ത് ഇങ്ങനെ വരികയും, മറുഭാഗത്ത്
എൻ്റെ സഹോദരി ജോലി ചെയ്യുന്ന ഡൽഹിയിലെ ഹോസ്പിറ്റലിൽ നിന്നൊരു കോളും കൂടെ വരിക. അയലത്ത് അന്ന് മൊബൈലൊന്നുമില്ല, അപ്പുറത്തെ വീട്ടിലാണ് ഫോൺ വരുന്നത്. അവിടെ ചെന്ന് ഫോൺ എടുക്കുമ്പോൾ അവൾ ചോദിച്ചു, അമ്മയോ വല്ല അടുത്തുണ്ടോ? ഞാൻ പറഞ്ഞു ആരും ഇല്ലെന്ന് പറഞ്ഞു. എന്നാ അടിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനിവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്മിറ്റ് ചെയ്ത് കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, പിന്നെ 2-3 ദിവസമായി വയറ്റിൽ വേദന സഹിക്കാൻ വയ്യാതെ ഉണ്ടായി. അപ്പം അൾട്രാസൗണ്ട് ചെയ്തപ്പം കിഡ്നിയുടെ അവിടെ എന്തോ സിസ്റ്റ് ഉണ്ട്, അപ്പം അത് സർജറി ചെയ്ത് മാറ്റണം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം ഈ വിവാഹം കഴിക്കാത്ത കുട്ടിയായതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരാരെങ്കിലും നാട്ടിൽ നിന്ന് വരണം, സൈൻ ചെയ്യണം എന്നൊക്കെ അവർ പറഞ്ഞു. മാത്രമല്ല 20,000 രൂപ ഏകദേശം പൈസ ഇവിടെ ആദ്യം അടയ്ക്കണം. അന്ന് 2001 സമയമാണ്. അങ്ങനെ 2001 കഴിഞ്ഞു. 2002 ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നു. 2001 പകുതി ആ ഒരു കാലഘട്ടം. അപ്പോൾ അന്ന് 20,000 രൂപ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ 1 ലക്ഷം എന്നൊക്കെ പറയുന്നൊരു വാല്യൂ ഉള്ള സമയമാണ്. അപ്പം ഇത് വേണം. അപ്പോൾ എന്താ ഒരു വഴിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, കുഴപ്പമില്ല, ഇവിടെ വരാനൊന്നും പറ്റത്തില്ലെന്ന് എനിക്കറിയാം, പൈസയും ഇല്ലല്ലോ, പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ എന്നോർത്ത് ഞാനങ്ങ് വിളിച്ചാന്നും പറഞ്ഞ് അവൾ പിന്നെ കരച്ചിലായി ഫോൺ വെച്ചു. വീട്ടിലേക്ക് വന്ന് വീട്ടിൽ ഒന്നും പറയാനും വയ്യ. ഇത് നമ്മുടെ മനസ്സിലിങ്ങനെ ഇരിക്കുക. വീട്ടിൽ വന്ന് ആകെപ്പാട് വട്ടുപിടിച്ചതുപോലെ നമ്മളിങ്ങനെ നിൽക്കുക. അപ്പോഴൊക്കെ ഹൃദയത്തിനകത്തൊരു ചോദ്യമുണ്ട്, നമ്മൾ വാസ്തവത്തിൽ എന്ത് തെറ്റ് ചെയ്തു? നമ്മളെപ്പോഴും ചോദിക്കുന്നു. അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന ഒന്നും ഇല്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് നമ്മൾ വരിക. ദൈവമുണ്ടെങ്കിൽ ദൈവത്തിന് ഞങ്ങളോട് ഇത്ര ദേഷ്യം തോന്നാൻ ഞങ്ങൾ എന്ത് ദോഷമാണ് ചെയ്തേ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ ആർക്കും. അപ്പം ഇതിനിടയിൽ കൂട്ടുകാർ പറഞ്ഞിട്ട് ഒരാഴ്ച ഡിവൈനിൽ ധ്യാനം കൂടാൻ പോയിട്ടുണ്ട്. ഒരാഴ്ച കൂട്ടുകാരുടെ കൂടെ ഡിവൈനിൽ ധ്യാനം കൂടാൻ പോയിട്ടുണ്ട്. 4 പ്രാവശ്യം കൂട്ടുകാരുടെ കൂടെ ശബരിമലയ്ക്കും പോയിട്ടുണ്ട്, പമ്പ വരെ 4 പ്രാവശ്യം. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനെയും റിജക്റ്റ് ചെയ്യുന്നില്ല, ഒരു പ്രതിപക്ഷ ബഹുമാനം. കൂട്ടുകാരുടെ കൂടെ പോകുന്നത് ടൂർ പോകുന്ന സന്തോഷത്തിലാണ്. അപ്പോൾ ഈ ഡിവൈനിൽ പോയ അനുഭവം, അവിടെ നിന്ന് യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളും ഇതെല്ലാം നമ്മൾ കണ്ടതെല്ലാം നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ തലയ്ക്കകത്ത് കയറിയിട്ട് ചിന്തിച്ചത് ഇതൊക്കെ ചുമ്മാ വെറുതെ ആളുകൾ പറയുന്നതാണ്, ഇത് ദൈവമൊന്നും ഇല്ല എന്ന് പറയുന്നൊരു ചിന്ത തലയ്ക്കകത്ത് കയറി ഇങ്ങനെ ഇരുന്നു. അവസാനം നിവർത്തിയില്ല, എന്നെക്കൊണ്ട് കൂട്ടിയാൽ ഈ പൈസ കൂടില്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിവൃത്തിയില്ലാതെ വീട്ടിൽ പറയേണ്ടതായിട്ട് വന്നു. കൂട്ടക്കരച്ചിലായി. അവൾ അവിടെ മരിക്കുമെങ്കിൽ നമുക്കിവിടെ മരിക്കാം എന്ന് പറഞ്ഞ് പിന്നെ ആത്മഹത്യ ചെയ്യാനുള്ള പദ്ധതികളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ പോകാം, ഓപ്പറേഷൻ നടത്താം, അവൾക്കൊന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിവരെ സമാധാനിപ്പിച്ച്. അപ്പോൾ പിന്നെ ഉമ്മായും അനിയത്തിയും ഒക്കെ എന്ത് ചെയ്യും, കാതിലും കഴുത്തിലും കിടന്നെല്ലാം അന്നേ ഒരുക്കിയതാണ്. ദൈവത്തിനറിയാം ഇനി ഇതും പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന്. അതുകൊണ്ട് തമ്പുരാൻ അതങ്ങ് എന്ത് ചെയ്തു, ഫസ്റ്റിലെ അങ്ങ് ഊരിച്ചു. അതെല്ലാം ഊരി മേക്കപ്പെട്ടാന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ദൈവം അന്നേ മേക്കപ്പെട്ടതാണ്. അപ്പോൾ അതെല്ലാം ഊരി വിറ്റ് പറക്കി ആകെ കൂടെ കിട്ടിയത് കഷ്ടി 15,000 രൂപയ്ക്കകത്തേ ഉള്ളൂ. അന്നത്തെ കാലമല്ലേ, ചെറിയ പൊട്ട് കമ്മലൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ 15,000 രൂപ കയ്യിൽ പൈസയുമാക്കി വെച്ച് അന്ന് കേരള എക്സ്പ്രസ്സിൽ 350 രൂപയ്ക്ക് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലെ ടിക്കറ്റ് എടുത്ത് ഞാൻ ഡൽഹിക്ക് യാത്ര ചെയ്യാം. അപ്പം ആ യാത്രയിൽ എൻ്റെ മനസ്സിൽ ടോട്ടലി ഈ ദൈവവും ദൈവിക കാര്യങ്ങളൊക്കെ ചത്തു. ചുമ്മാ ഇതൊക്കെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി പറയുന്ന വയറ്റിപ്പഴപ്പിന് പറയുന്ന കാര്യങ്ങളാണ്, ഒരു കുന്തവും ഇല്ല എന്ന് പറഞ്ഞിട്ട് മനസ്സ് കഠിനപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങൾ. ആ രാത്രി 2 രാത്രി ട്രെയിനിൻ്റെ അകത്ത് 3-ാമത്തെ ദിവസം ഡൽഹി ചെന്നിറങ്ങി അവിടെ കാത്തു നിന്ന സഹോദരനുമായിട്ട് ആശുപത്രി കിടക്കയിലോട്ട് ചെല്ലുമ്പോൾ ട്രിപ്പിട്ട് അഡ്മിറ്റ് ചെയ്ത് കിടത്തിയിരിക്കുന്ന സഹോദരിയെ കണ്ടു. അവിടെ അടുത്തിരുന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഉപദേശിമാർക്ക് ഒരു ശീലമുണ്ടല്ലോ, ട്രാക്ടറും കൊണ്ട് ആശുപത്രി തോറും നടക്കുന്ന പരിപാടി. നമ്മുടെ നാട്ടുകാർ പറയും ഇവന്മാർക്ക് വേറെ ജോലിയൊന്നും ഇല്ല എന്ന് പറയുന്ന പോലെ കുറച്ച് ഉപദേശിമാർ ഇങ്ങനെ ആശുപത്രി സന്ദർശിക്കാൻ വരിക. ആശുപത്രിയിൽ സന്ദർശിക്കാൻ വന്നപ്പോൾ അവർ പലരുടെയൊക്കെ അടുക്ക ഓരോരുത്തരിങ്ങനെ പോകുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സഹോദരൻ്റെ അടുക്ക വന്നു. ഒരാൾ എൻ്റെ അടുത്ത് ഹിന്ദിയിൽ എന്തോ ചോദിച്ചു. നമ്മൾ ഹിന്ദി ടീച്ചർ ഫ്രണ്ട് വാതിലോട് വരുമ്പോൾ ഞാൻ പനമ്പ് പൊളിച്ച് ഓടിയ ആളാണ്. എനിക്ക് ഹിന്ദി അത്രയും ഇഷ്ടമില്ലാത്ത ഒരാളാണ്, സ്കൂളിൽ പഠിക്കും. അപ്പോൾ ഇദ്ദേഹം വന്ന് ഹിന്ദിയിൽ എന്തൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നോ ഹിന്ദി,
ഐ ആം മലയാളി കമ്മിങ് ഫ്രം കേരള. അറിയാവുന്ന സ്റ്റോക്ക് അവിടെ. പിന്നെ ഈ പുള്ളി എന്ത് ചെയ്യുക, ഹിന്ദിയിൽ എന്തൊക്കെയോ ചോദിച്ചപ്പം ഞാൻ പിന്നെ നമ്മുടെ നാട്ടിലെ ലോട്ടറി കച്ചവടക്കാരനെ മനസ്സിൽ ധ്യാനിച്ച് കേരള 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ പുള്ളി അങ്ങോട്ട് പോയച്ച് കൂട്ടത്തിൽ വന്ന മറ്റൊരാളെ ഇങ്ങോട്ട് വിട്ടു. അദ്ദേഹം കൂത്താട്ടുകുളക്കാരനാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, മോനെ വിഷമിക്കേണ്ട, മലയാളിയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാർ പലരും ഇദ്ദേഹത്തിൻ്റെ സഭയിൽ അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ കാര്യങ്ങൾ സുവിശേഷമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കർത്താവിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് യേശുവിന് വിശ്വാസമാണ്, ഞാൻ ഡിവൈനിൽ പോയിട്ടുണ്ട്, പിന്നെ എൻ്റെ വീട്ടിൽ യേശുവിൻ്റെ പടമൊക്കെ ഉണ്ട്, ബൈബിൾ ഒരെണ്ണം ഇരിപ്പുണ്ട്, ഇതെല്ലാം പറഞ്ഞു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ പുള്ളി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. നീ ഇതുവരെ എല്ലാത്തിലും ആശ്രയിച്ചല്ലോ, യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, കർത്താവ് വിടുവിക്കും. ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ, ശരി പ്രാർത്ഥിച്ചോട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞു. സഹോദരിയുടെ ശരീരത്തിൽ മെഡിക്കൽ സയൻസിൻ്റെ കത്തി വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല, പ്രാർത്ഥിക്കാൻ പോയി. അവിടെ വെച്ച് എൻ്റെ തലയിൽ ഇതൊന്നും കയറിയിട്ടില്ല. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ദൈവദാസനും ഭാര്യയും ചർച്ചിലെ സഹോദരിമാരെയൊക്കെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിൽ, എന്ന് വെച്ചാൽ നമ്മളൊരു ആശുപത്രിയിൽ നിൽക്കുമ്പം എന്താ ഏതാണെന്നറിയാതെ നിൽക്കുമ്പം നമ്മുടെ കൂടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അപ്പം നമ്മുടെ മനസ്സിൽ ഓടി വരുന്നൊരു ചിന്ത, നമ്മുടെ രക്തബന്ധങ്ങൾക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിൽ, ഒരു ബന്ധമില്ലാത്ത ഇവരെന്തിനാണ് നമുക്ക് വേണ്ടി കരയാനും, ഞാൻ 10 രൂപ പോലും കൊടുത്തിട്ടില്ല, ഇവർ പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. അതൊക്കെ എൻ്റെ തലച്ചോറിൻ്റെ അകത്ത് ചിന്ത വന്നു. ഏതായാലും ഓപ്പറേഷൻ്റെ സമയം വന്നു. സഹോദരിയെ ട്രോളിയെ കിടത്തി പ്രാർത്ഥിച്ച് അകത്തോട്ട് കൊണ്ടുപോയി. 40-45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേപോലെ അവളെ തിരിച്ച് നടത്തിക്കൊണ്ട് പുറത്തോട്ട് വരുന്നത് കാണുക. അങ്ങോട്ട് ഉരുട്ടിക്കൊണ്ടുപോയി ഇങ്ങോട്ട് നടത്തിക്കൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർ അനസ്തേഷ്യ കൊടുക്കാൻ അൾട്രാസൗണ്ടിൽ സ്കാനിങ്ങിലൊക്കെ നോക്കിയപ്പം അങ്ങനെ ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യത്തിലൊന്നും അവിടെ ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, അത് ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ട, മെഡിസിൻ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് 3-ാമത്തെ ദിവസം അവൾ തിരികെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. ഇന്ന് വരെയും അവൾ ജീവനോടും ആരോഗ്യത്തോടും ഇരിക്കുന്നു, ഒരു ദോഷവും വന്നിട്ടില്ല. ഞാനതാ എപ്പോഴും പ്രസംഗിക്ക് പറയുന്നത്, ദൈവം സൗഖ്യമാക്കിയാൽ അത് സാക്ഷാൽ സൗഖ്യമാണ്. കർത്താവ് വേദപുസ്തകത്തിൽ സൗഖ്യമാക്കിയവരാരും കഴിഞ്ഞ ദിവസം അത് ഏറ്റില്ല, ഒന്നുകൂടെ എന്ന് പറഞ്ഞ് വന്ന ചരിത്രം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കർത്താവ് വേദപുസ്തകത്തിൽ ആരെയും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് സൗഖ്യമാക്കിയിട്ടും ഇല്ല. ഇന്ന് നമ്മുടെ സൗഖ്യദായകന്മാരൊക്കെ സ്റ്റേജിൽ പറയുന്നത്, ബ്രദർ വിശ്വസിച്ചോ, ഗ്രാജുവലി അങ്ങനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പരിപാടിയൊന്നും കർത്താവിന് ഇല്ല. ഗ്രാജുവലി സൗഖ്യമാക്കുന്ന പരിപാടിയൊന്നും ഇല്ല. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കർത്താവ് സൗഖ്യമാക്കിയാൽ അത് സാക്ഷാൽ സൗഖ്യമാണ്. കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. ദൈവിക സൗഖ്യത്തെയോ ദൈവിക കൃപാവരത്തെയോ നമുക്കൊരിക്കലും എതിർക്കാൻ പറ്റില്ല, വിമർശിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെപ്പോഴും വിമർശിക്കുന്നത് ഇതിൻ്റെ പേരിൽ കച്ചവടം നടത്തുന്ന കച്ചവട സംഘത്തിൻ്റെ കെണിയിൽ നമ്മൾ പെടരുത് എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്ന ദൈവവചനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന, അത്രയേ ഉള്ളൂ. അപ്പോൾ ദൈവം സൗഖ്യമാക്കി. ആ സൗഖ്യത്തോടെ അവൾ ആ സഭയിൽ ആരാധനയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അവൾ അവിടെ സ്നാനപ്പെടാനും തീരുമാനിച്ചു. അവൾ അവിടെ സ്നാനപ്പെടുകയും ചെയ്തു. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ തോമസ് മാമൻ്റെ മകൻ എബി മാമൻ പാസ്റ്ററാണ് എൻ്റെ സഹോദരിയെ സ്നാനം കഴിപ്പിച്ചത്. അപ്പോൾ ആ നിലയിൽ അവൾ അവിടെ, അത് കഴിഞ്ഞ് അവൾ ഡ്യൂട്ടിക്ക് കയറി. അവൾ പിന്നെ ചർച്ചിൽ പോകണമെന്നുള്ള തീരുമാനം അവളെടുത്തു. ഞാൻ അവിടെ നിന്ന് ഒരു ബൈബിളും കൈക്കലാക്കി തിരികെ ട്രെയിൻ കയറുമ്പോൾ അങ്ങോട്ട് ഒത്തിരി ചോദ്യമായിട്ട് ട്രെയിനിൽ പോയ ഞാൻ തിരിച്ചു വരുമ്പോൾ കണ്ണി കണ്ടവരോടെല്ലാം യേശു എൻ്റെ സഹോദരിയെ സൗഖ്യമാക്കിയെന്ന് സുവിശേഷം പറയാനുള്ള ആരംഭം അവിടെ തുടങ്ങിയതാണ്. കണ്ണി കണ്ടവരോടെല്ലാം പറഞ്ഞ് നാട്ടിൽ വന്നു. വീട്ടിൽ കയറി ഉമ്മായോട് പറഞ്ഞു, യേശു അവളെ വിടുവിച്ചു, സൗഖ്യമാക്കി. യേശു ഒന്നും പറഞ്ഞ് ആകെപ്പാടെ ബഹളമായി. ആവശ്യമില്ലാത്ത വാതയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റാൻ എൻ്റെ റബ്ബേ എന്നൊക്കെ പറഞ്ഞ് തള്ളയാകെ കിടന്ന് ബഹളം തുടങ്ങി. അവസാനം ബൈബിളൊക്കെ എടുത്ത് എറിഞ്ഞു തള്ളയാകെ പ്രശ്നമുണ്ടാക്കി. പക്ഷേ ഇപ്പോൾ എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുക. പ്രൈസല്ലോ. കൃപയാൽ അമ്മയും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു.
അങ്ങനെ ആ കാലത്ത് അങ്ങനെ ഒത്തിരി പ്രശ്നമുണ്ടായി, അങ്ങനെ ബഹളമുണ്ടായി. അപ്പോൾ എൻ്റെ സഹോദരിയോട് പറഞ്ഞപ്പോൾ അവൾക്ക് താല്പര്യം, അവൾക്ക് ഭയങ്കര താല്പര്യം, യേശുവിനോട് ഭയങ്കര ഇഷ്ടമൊക്കെ. അങ്ങനെ ഞങ്ങൾ അമ്മയും വല്യമ്മയും കാണാതൊക്കെ രഹസ്യമായിട്ടൊക്കെ ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയം അങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ വീടിനടുത്ത് പെന്തക്കോസൊന്ന് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഞങ്ങളുടെ നാട്ടിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരു ദൈവദാസൻ വന്ന് കൊട്ടിപ്പാടി തുടങ്ങി. നോക്കേ ദൈവത്തിൻ്റെ പദ്ധതി നോക്കി. കൊട്ടിപ്പാടി പല വീടുകളും കയറി ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഞായറാഴ്ച തൊട്ടൊരു ഇങ്ങനെ ഒരു പ്രാർത്ഥന ആരംഭിക്കുക, നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞ് ക്ഷണിച്ച് ഞങ്ങളുടെ വീട്ടിലും വന്നു. എന്ത് പ്രാർത്ഥനയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് യേശുവിനോടുള്ള പ്രാർത്ഥന. യേശുവിനോടുള്ള പ്രാർത്ഥനയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ആലയത്തിൽ കടന്നു പോകുന്നത്. അവിടെ ചെന്ന് പാട്ടുപാടി കയ്യടിയും പാട്ടുമൊക്കെ കണ്ടപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും ദൈവവചനത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചു. വചനം കേട്ടു. 12 മണിക്ക് തുടങ്ങിയ പ്രസംഗം ക്രൂശ് മരണത്തെ വരച്ച് കാണിക്കുന്നത് പോലെ കർത്താവ് മാനവജാതിക്ക് വേണ്ടി ചെയ്ത വലിയ ത്യാഗം നമ്മുടെ കൺമുമ്പിൽ വരച്ച് കാണിക്കുന്നത് പോലെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്തിട്ട് 12:40 അടുക്കുമ്പോൾ ദൈവദാസൻ ചോദിച്ചു, നിനക്ക് വേണ്ടി പ്രാണനെ തന്ന ഈ യേശുവിനെ ആർക്ക് വേണം? ആർക്ക് വേണമെന്ന് ചോദിക്കുകയും ഞാനും എൻ്റെ സഹോദരി ഒന്നുപോലെ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണം. അങ്ങനെ 2/8/2002 ഉച്ചയ്ക്ക് 12:40 ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. കർത്താവിനെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് അമ്മയോട് പറഞ്ഞു ചർച്ചിൽ വരണം, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്ത് ഒടുവിൽ ഞങ്ങളുടെ നിർബന്ധത്തിൽ വല്യമ്മ വന്നിട്ടില്ല, അമ്മ വന്നു. അമ്മ വന്നിട്ട് ചില ആഴ്ചകൾ പിന്നിട്ടപ്പോൾ അമ്മയും കർത്താവിനെ സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് സ്നാനപ്പെടാനുള്ള തീരുമാനമെടുത്തു. സ്നാനത്തൊട്ടിയിൽ സെൻട്രൽ സഭയിലൊക്കെ സ്നാനപ്പെടുത്താമെന്ന് ഉപദേശി പറഞ്ഞപ്പോൾ നമ്മൾ പുതിയ SI ചാർജ് എടുത്ത പോലെ നിൽക്കുകയല്ലേ കർത്താവിനെ അറിഞ്ഞിട്ട്. നമ്മൾ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, സ്നാനപ്പെടുത്തുന്നെങ്കിൽ പരസ്യമായിട്ട് സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ പാർസൺ ചാർജായി. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ വഴിയേ പാട്ടും പാടി കൊല്ലത്ത് അയത്തിൽ ജംഗ്ഷനിൽ അയത്തിൽ നിന്ന് തട്ടാമലയ്ക്ക് പോകുന്ന ബൈപ്പാസിൽ മാരുതിയുടെ സാരഥി ഷോറൂമിൻ്റെ അവിടെ ബൈപ്പാസിൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്ന നദിയിൽ ഞങ്ങൾ സ്നാനപ്പെടുവാൻ ഇറങ്ങി നിൽക്കുക. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു, തോണ്ടറാ പോയടാ, ഇളയ കുഞ്ഞിൻ്റെ കൊച്ചുമോനൊക്കെ മതം മാറിയിടാ, ബുന്തുക്കോസ് എന്നായിരുന്നു. നല്ല ആൾ പലർന്നൊന്നും അറിയത്തില്ല അന്ന്. ആളുകൾ പറഞ്ഞു ബുന്തുക്കോസുകാർ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആരൊക്കെയോ കൂടി ഞങ്ങൾ സ്നാനപ്പെടാൻ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ മുകളിൽ പാലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് മോനെ മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മുമ്പും പുറകും വേറെ ചേർത്താ വിളിച്ചത്. മുങ്ങിപ്പൊങ്ങിയാൽ വെട്ടുപടാന്നൊക്കെ പറയുന്നത് കേട്ടു. ഏതായാലും ഞങ്ങൾ താഴെ വെള്ളത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, മുങ്ങുന്നതിന് മുമ്പ് വെട്ടല്ല, നരകത്തിൽ പോകും, മുങ്ങിയിട്ട് വെട്ടിക്കോ, സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വെല്ലുവിളിയുടെയൊക്കെ നടുവിൽ കൃപയാൽ ഞാനും ഉമ്മയും അനിയത്തി സ്നാനമേറ്റ് കയറി. ആരും ഒന്നും ചെയ്തില്ല. കൃപയാൽ സ്നാനപ്പെട്ട് ഞങ്ങൾ ഭവനത്തിലേക്ക് പോയി. പിന്നീട് ആരാധനയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. കാരണം എൻ്റെ ഉമ്മ കമ്മലും മാലയൊന്നും ഇടാതെ പോകുന്ന ചിത്രമൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അങ്ങനെ ബന്ധുക്കളുടെ ഇടയിൽ നിന്നും അതുവരെ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കാത്ത ബന്ധുക്കളെല്ലാം മതം മാറിയോ എന്ന് ചോദിക്കാനായിട്ട് രംഗത്ത് വരുന്നു. ആകെ വിഷയമാകുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പലായനം ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. പല നാടുകളിൽ പറക്കി കെട്ടി നടന്ന് അതിനിടയിൽ എൻ്റെ സഹോദരി ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ച് കുമ്പനാട് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ലേഡീസ് ബദേൽ ബൈബിൾ കോളേജിൽ നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ KC ജോൺ ചർച്ച് ഓഫ് ഗോഡിലെ IPCയിലെ അല്ല, ചർച്ച് ഓഫ് ഗോഡിലെ KC ജോൺ പാസ്റ്റർ ഭാര്യ ഗിഫ്റ്റി ആൻറ്റി അവളെ പഠിപ്പിച്ചു. വേണ്ടുന്ന ബുക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ അവൾ BTH പഠിച്ചു. അതിനുശേഷം അവൾ MDiv-ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ അവളെ വിവാഹം കഴിച്ചത്. അവർ കുടുംബമായി ഇന്ന് കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ അധ്വാനിക്കുന്നു. എൻ്റെ സോഫി എന്ന് പറഞ്ഞ സഹോദരി അവളിപ്പോൾ ബാംഗ്ലൂരിൽ ആയിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഉമ്മ വിശ്വാസ ജീവിതത്തിലായിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം. പിന്നെ ഞങ്ങൾ ഒരു മുറിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെളുപ്പാങ്കാലത്ത് 4:30-5 മണിക്ക് എഴുന്നേറ്റ് വല്യമ്മ ഖുറാൻ പാരായണം തുടങ്ങും അപ്പുറത്ത്. അങ്ങനെ അടിച്ചടിച്ചിരുന്നിട്ട് അവസാനം വന്നിട്ട് ഒരു ദിവസം എന്നോട് ചോദിച്ചു, എടാ എന്നെ സ്നാനപ്പെടുത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സ്നാനപ്പെടണമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ മാത്രം നരകത്തിൽ പോട്ടെന്ന് ചോദിച്ചു.
എന്നാ വരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി വല്യമ്മായി സ്നാനപ്പെടുത്തി. കൃപയാൽ ഇപ്പം നിത്യതയിൽ വിശ്രമിക്കുന്നു. പ്രാർത്ഥിച്ച് നല്ല ഒരടക്കം ദൈവം കൊടുത്തു, വിശ്രമിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നു. അപ്പം ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ ചോദ്യങ്ങളുടെ ശരങ്ങൾ ആരംഭിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല, അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ ബൈബിള് പഠിക്കാനിടയായ സാഹചര്യങ്ങൾ ഈ മുസ്ലിം സഹോദരങ്ങളോട് നന്ദി പറയണം. കാര്യം ഇവർ കുടുക്ക് ചോദ്യങ്ങളും കൊണ്ട് എൻ്റെ പുറകെ വന്നു. ഇവർ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തി, സംവാദങ്ങൾ സംഘടിപ്പിച്ചു, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഇട്ട് തന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, അങ്ങനെ ഇവന്മാർ ചോദ്യം ചോദിച്ചതുകൊണ്ട് ഞാൻ ബൈബിള് പഠിച്ചു കൃപയാൽ. അങ്ങനെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണ് പുസ്തകവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇരുന്നു. പിന്നീട് ഭീമാപ്പള്ളിയിൽ, തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ പോയി. എന്തിനാന്ന് വെച്ചാൽ ഒരു അംഗീകരിക്കപ്പെട്ട മലയാളം ഖുർആൻ്റെ പരിഭാഷ മേടിച്ചുകൊണ്ട് വന്നു. നാളെ ആരെങ്കിലും ചോദിച്ചാൽ അബദ്ധം പറ്റിപ്പോയെന്ന് പറയാതിരിക്കാൻ ഇത് രണ്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയാം, പഠിക്കും തോറും വേദപുസ്തകം ചേർത്ത് പിടിക്കാൻ അഭിമാനമാണ് തോന്നിയത്. അത്ര മഹത്വകരമായി. അതിന് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഖുർആനിൽ നിന്ന് എന്ത് പ്രത്യേകതയാണോ താൻ ബൈബിളിൽ കണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒത്തിരി പ്രത്യേകതകൾ എനിക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഞാൻ ആകെ കൂടെ പ്രധാനമായിട്ട് ആദ്യം പറയുന്ന ഒരു പോയിന്റ് ഇങ്ങനെയാണ്: ഈ വേദപുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചു. ഒരൊറ്റ പേപ്പറിൻ്റെ അകത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. മതമില്ല. മറിച്ച് ഞാൻ പഠിച്ചിരുന്ന ഖുർആൻ കുഞ്ഞു പ്രായം തൊട്ട് എന്തുവാ പഠിപ്പിക്കുന്നത്? മതത്തിന് വേണ്ടി നിൽക്കണം, മതത്തിന് വേണ്ടി എന്തും ഏതുമായി തീരണം. പ്രസവിച്ച അമ്മയായാലും ജനിപ്പിച്ച അപ്പനായാലും അത് മതം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജനിപ്പിച്ച അമ്മയായാലും ശരി, അപ്പനായാലും ശരി, മതത്തിനെതിരെ നിന്നാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്താണ്? മതമാണ്. അങ്ങനെ മതത്തിനു വേണ്ടി ആ തീവ്രമായ ആശയങ്ങൾ രക്തത്തിൽ കുത്തിക്കയറ്റി പഠിച്ചു വളർന്നൊരു പശ്ചാത്തലത്തിൽ നിന്ന് വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഒരിക്കലും മതമെന്ന് പറയുന്ന ഒരു സംഗതി പഠന വിഷയമല്ല. മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. മറിച്ച് മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം ലോകത്തോട് എന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സൃഷ്ടാവും സൃഷ്ടിയായ മനുഷ്യരും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തെക്കുറിച്ചാണ് ഈ പുസ്തകം എല്ലാ കാലവും ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് പഠിക്കും തോറും വേദപുസ്തകം ചേർത്ത് പഠിക്കുവാനിടയായി.